അപ്പോൾ ബീഫ് ദേ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണക്കിറച്ചി പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഡ്രൈഡ് ബീഫാണ്. പണ്ടൊക്കെ എൻ്റെ അമ്മ വീട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് അവിടെ ഈ ഉണക്കിറച്ചി കിട്ടുമായിരുന്നു. അതായത് നമ്മുടെ ബീഫ് ഉണക്കിയിട്ട് ഇടിച്ച് ഒലത്തി തരുന്ന ഒരു സംഭവം. കുറേ നാളെടുത്തിട്ടാണിത് ഉണങ്ങി വരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലമുള്ള വീടുകളിലൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ സ്ഥലപരിമിതിയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ ഉണക്കറിച്ച് ഇതിനുള്ള കൊതി വരുന്ന സമയത്ത് എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണിത്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇടിയിറച്ചി എന്ന് വിളിക്കാം, വേണമെങ്കിൽ ഉണക്കറിച്ചി എന്ന് വിളിക്കാം. പക്ഷേ ഇത് നമ്മൾ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് പച്ചയിറച്ചി വേവിച്ചിട്ടാണ്. മറ്റേത് പച്ചയിറച്ചി ഉണക്കിയിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പച്ചയിറച്ചി വേവിച്ചിട്ട് ഇടിച്ചിട്ട് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് ഏകദേശം 1/2 കിലോ ബീഫുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, 1 സ്പൂൺ കാശ്മീരി പൗഡർ, 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ ഗരം മസാല ആൻഡ് 1/2 സ്പൂൺ പെപ്പർ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ വിനെഗർ. ഇത്രയും വെച്ചിട്ട് നന്നായിട്ട് കൂട്ടിത്തരുമ. 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് കുക്കർ തുറന്നിട്ട് ബീഫ് വെന്തോന്ന് നോക്കാം കേട്ടോ. ഒരു 8 സ്റ്റീം അടിച്ചിട്ടുണ്ട് ഞാൻ. ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. വേവിച്ച് വെച്ച ബീഫ് ഒന്നല്ലെങ്കിൽ ഇടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ തിരിച്ചെടുക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് 2 വലിയ സവോള അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഞാനത്. ഒനിയൻസ് ഇട്ട് കൊടുത്താൽ നമ്മളെപ്പോഴും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി. ഇതും നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കുക. ഈ മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതാ ഇങ്ങനെ ചേർക്കുക. നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണക്കിറച്ചി പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അമ്മയൊക്കെ ശരിക്കും ഇങ്ങനെ ഇറച്ചി ഉണക്കിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി തന്നിരുന്നത്. പെട്ടെന്ന് നമുക്ക് വീട്ടിലൊരു ഉണക്കിറച്ചി തിന്നണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ടില്ലേ. ചോറിലേക്ക് കുറച്ച് സാമ്പാർ വെച്ചിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഇടിയിറച്ചി ഇങ്ങനെ ഇട്ടിട്ട് ഈ സാമ്പാറിൽ നിന്ന് ഇച്ചിരി എടുത്ത് ഈ ഉണക്കിറച്ചി കൂട്ടി സൂപ്പർ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രൈ ബീഫാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ടച്ചിങ്സ് ആയിട്ടും കഴിക്കാം കേട്ടോ. പണ്ട് എൻ്റെ അമ്മമ്മ ഉണ്ടാക്കി തന്ന അതേ ഡിഷിനെ അമ്മ റീക്രിയേറ്റ് ചെയ്ത് വേറൊരു രീതിയിൽ തന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രസൻറ്റ് ചെയ്ത് തരാണ്. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ അടിപൊളി ഡിഷുകൾ കാണാനും കേൾക്കാനും വേണ്ടി നിങ്ങൾ ലേസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആൻഡ് യുവർ വാല്യുബിൾ കമൻറ്റ്സ് റിയലി മാറ്റേഴ്സ് ടു മീ. അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.